നിതീഷ എന്താ പരിപാടി? തലവരെ മാറ്റി എന്ന് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു ശരിക്കും. മിന്നൽ വേള എന്തെങ്കിലും കത്തിങ്ങോട്ട് നിക്കല്ലേ, അപ്പൊ അത് അങ്ങോട്ട് പാടി. പക്ഷെ അത് ഗിറ്റാർ വെച്ചിട്ട് പാടിയില്ല, കാരണം സ്പീക്കർ, കാരണം അവിടെ വെറൈറ്റി വേണം. അപ്പൊ രണ്ട് കൽപ്പിച്ച് ബ്രീത്ത് അങ്ങ് എടുത്ത് അങ്ങ് പാടി. അതില് സാറ് നന്നായിന്ന് പറഞ്ഞേ. ഈ അധികം പാടുന്നപ്പോ ഈ പ്രണയഗാനങ്ങളാണല്ലോ, അപ്പൊ മനസ്സിൽ അങ്ങനെ ഒരാൾ ആലോചിക്കൂ. ഇപ്പൊ ഫ്രണ്ടില് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡന്റ് കിട്ടും. എത്രത്തോളം ലവ് ചെയ്യാൻ പറ്റും അത്രത്തോളം ആ പാട്ടിനെ അടിപൊളിയാക്കാനാണ്. അങ്ങനെയാണ് ഞാൻ പാടാറ്. ഷോ ഇറക്കാൻ പറ്റിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് ഗിറ്റാർ. ഷോ ഒക്കെ അടിപൊളിയായിട്ട് ഇറക്കാം. ബാക്കിയുള്ള ഇൻസ്ട്രുമെന്റ്സ് പോലെയല്ല ഗിറ്റാർ. ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരും. വാശി ഉണ്ടായിരുന്നു, കാരണം ഞാൻ നാട്ടിൽ നിന്ന് മാറി നിൽക്കാനും പാടാനൊക്കെ പോകും. പക്ഷെ നമുക്കൊരു ഹൈപ്പ് ഇല്ല. ഇപ്പൊ മൈൻഡ് വെക്കാത്ത ഫ്രണ്ട്സ് വരെ ഉണ്ടാവും ഇഷ്ടം പോലെ ആൾക്കാർ. പക്ഷെ ഇപ്പൊ എന്നൊക്കെ പറയുമ്പോ നിതീഷല്ലേ നമ്മുടെ ഫ്രണ്ട്. എന്റെ ശരിക്കും ZRB അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയാം. പോസിറ്റീവ് വെച്ചിരിക്കണം, അല്ലാണ്ട് എന്താ വിഷമിച്ചിരുന്നിട്ടൊക്കെ എന്താ കാര്യം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. നിതീഷെ, ഇന്നെന്താടാ പരിപാടി എന്ന് തുടങ്ങുന്ന റീലുകളുണ്ട്. അത് കണ്ട് അവസാനിപ്പിക്കുമ്പോൾ മുഖത്തൊരു ചിരി ഉണ്ടാവും. നിതീഷാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഈ റീലുകളൊക്കെ കണ്ട് അവസാനിപ്പിക്കുമ്പോഴേ നമുക്കൊരു സമാധാനം കിട്ടും. നമ്മളുടെ ഒരാള് പെർഫോം ചെയ്തിട്ട് ആളുകളുടെ അപ്രീസിയേഷൻ മേടിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ട് നിതീഷിന്റെ വീഡിയോസ്. ആളുകൾ പറയാറുണ്ടോ അത്? അതുണ്ടാവും. അതിപ്പോ പല ആൾക്കാര് പാട്ട് പാടി നമ്മൾ ഇറങ്ങി കഴിയുമ്പോ വന്ന് നമ്മളോട് ഇങ്ങനെ വന്ന് പറയും, അത് കൊള്ളാം, അടിപൊളിയുണ്ട്. പിന്നെ അവർക്കൊരു പാട്ട് കേൾക്കുമ്പോ ഒരു സന്തോഷാണല്ലോ. അപ്പൊ അതിന്റെ ഒരു പേരില് പലരും ഇങ്ങനെ വന്ന് പറയും നമ്മളോട്. നമ്മളിപ്പോ ചെറുപ്പത്തിലൊക്കെ ഈ സഞ്ചാരത്തിന്റെ ഒക്കെ വീഡിയോസ് കാണുമ്പോൾ അവിടെ ഇങ്ങനെ ആളുകൾ പോയിട്ട് സ്ട്രീറ്റ്സിലൊക്കെ പെർഫോം ചെയ്യുക, റാൻഡായിട്ട് വന്നിട്ട് പെർഫോം ചെയ്തിട്ട് സർപ്രൈസ് ചെയ്യുക, അങ്ങനെ പ്രൊപ്പോസ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ, കുറെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോസിലൊക്കെ അവർ സെറ്റ് ചെയ്ത ക്രൗഡായിരിക്കും. പക്ഷെ നിതീഷിന്റെ ഒക്കെ ഒറിജിനൽ ലൈവ് ക്രൗഡാ അത്. ഈ ഐഡിയ എപ്പോഴാണ് തുടങ്ങുന്നത്? ഞാൻ കൊച്ചിയിലെത്തിട്ട് ഇപ്പൊ ഒരു 1 year ആവാറായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ എല്ലാവരും ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും റൂമൊക്കെ എടുത്ത്, അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും പറയായിരുന്നു ഇങ്ങനെ പാട്ടൊക്കെ ഇട്, ഇപ്പം എന്തായാലും പാട്ട് പാടണതല്ലേ, ജസ്റ്റ് ഒന്ന് പാട്ടൊക്കെ ഏറ്റിടുന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഞങ്ങളെല്ലാവരും റൂമിലുള്ള എല്ലാവരും കൂടെ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു പാട്ട്, അങ്ങനെയായിരുന്നു ആദ്യം കണ്ടന്റ് പോയിരുന്നത്. പിന്നെ കുറച്ച് പേരൊക്കെ പറഞ്ഞു അതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കുക, ഏത് നേരം ഇതല്ലേ. അപ്പം എനിക്കാണെങ്കിൽ അത് ബോറടി എന്നല്ല, ഒന്ന് വ്യത്യസ്തമാക്കാം, കാരണം കണ്ടന്റ് വരുമ്പോൾ കുറച്ചുകൂടി റീച്ച് ആവുന്ന എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കണ്ടന്റ്സ് ഒക്കെ എടുത്തു തുടങ്ങി. ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ക്യൂൻസ്റ്റേൽ ഒരു വട്ടം ഇങ്ങനെ പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നതാ. ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ എന്തായാലും അവിടെ പോയി പാടി അത്യാവശ്യം ക്രൗഡ് വരാറുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്കത് വീഡിയോ ആക്കിയിട്ട് നമുക്ക് പുറത്തങ്ങോട്ട് കൊടുക്കാന്ന് വിചാരിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി. അവിടെ നിന്നാണ് പിന്നെ സ്റ്റാർട്ടിങ് തുടങ്ങിയത്. ഈ നിതീഷ ഇന്നെന്താ പരിപാടി, അത് PPD എന്നാണല്ലോ അത് എഴുതി വരുന്നത്. ആ ക്വസ്റ്റ്യൻ ഹുക്ക് എവിടെ നിന്നാ വരുന്നത്? എന്റെ അനിയനാണ്, അവനാണ് ഫസ്റ്റത്തെ വീഡിയോ എഡിറ്റ് ഒക്കെ ചെയ്തത്. കാരണം എനിക്കിപ്പോ വർക്ക് കാര്യങ്ങളുള്ളതുകൊണ്ട് ചെയ്യാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളുടെ ടീമിലാണെങ്കിൽ അങ്ങനെ എഡിറ്റേഴ്സ് ആരില്ല, പിന്നെ ഞാനാണ് എഡിറ്റ് ചെയ്യാ. അപ്പൊ അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു വീഡിയോ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോകാനാണ്, അപ്പൊ നീ അതെങ്ങനെയും ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് എനിക്കൊന്ന് തായോന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്ത. പിന്നെ ബാക്കി കാര്യങ്ങൾ അവരാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ. പിന്നെ നമ്മൾ അത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വിളിച്ചങ്ങോട്ട് പോയി. ഓക്കെ. ഈ നിതീഷ് ഇന്നത്തെ പരിപാടി എന്നുള്ള യെല്ലോ ടെക്സ്റ്റും അതൊക്കെ അനിയന്റെ ഐഡിയ ആണ്. ഈ നിതീഷിന്റെ കൂടെ ZRB എന്നും കൂടി ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ. എന്താ ശരിക്കും ZRB? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയാം. ഞാൻ ടിക്ടോക്കിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് കുറച്ചിങ്ങനെ വൈറലായി നിൽക്കുന്ന ടൈമൊക്കെ ആയിരുന്നേ. അപ്പൊ അതിന്റെ കൂടെ നമ്മളിപ്പോ സാധാ ഇപ്പൊ RBZ അങ്ങനെയൊക്കെ നമ്മൾ ചേർക്കൂല, അതേപോലെ വേറെ എന്തെങ്കിലും ഒരു പേര് കിട്ടണമെന്ന് വെച്ചാൽ, കാരണം നിതീഷിന്റെ കൂടെ വേറെ പേരുകൾ വരുമ്പോ ഒരു ചർച്ചയില്ല. അതിന്റെ കൂടെ ZRB ആഡ് ചെയ്തിട്ടു. പിന്നെ അതന്നെ ഇങ്ങനെ ഐഡന്റിറ്റി പോലെ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി. ഞാൻ ശ്രദ്ധിക്കുന്നത് ആദ്യമായിട്ട് സത്യൻ അന്തിക്കാട് സാറിന്റെ കൂടെ പെർഫോം ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഫിലിം സെറ്റ് ആയിരിക്കും അതെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെയാണ് ആൾക്ക് വേണ്ടി ഒരാളിനെ പെർഫോം ചെയ്യാണ് എന്നുള്ള സംഭവം മനസ്സിലാക്കിയത്.
ഞാൻ ഇതുവരെ കനവിൽ കണ്ടൊരുന്റെ അങ്ങനെ ഒരു വേർഷനും കേട്ടിട്ടില്ല. അത് വളരെ രസമായിട്ട് അതിന്റെ പുതിയൊരു വേർഷനാണ് നമ്മൾ കേൾക്കുന്നത്. എങ്ങനെയാ മീറ്റിംഗ് സാധ്യത? അത് നാട്ടില് ഒരു കഫേ ഉണ്ട് അവിടെ, കാരണം കച്ചേരി വളപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കഫേ ഉണ്ട്. അപ്പൊ അവിടുത്തെ ചേട്ടൻ നമ്മുടെ ദോസ്ത, അപ്പൊ ആളിങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരാള് ഗസ്റ്റ് ആരാന്ന് എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പൊ നീ ഒന്ന് വായോ പാടിയിട്ട് പോവെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എത്തിയപ്പോ സാറ് അവിടെ, അപ്പൊ ആദ്യം ഞാൻ ഒരു ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറിന് അതിന് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ക്യാമറ ഒക്കെ ഞാനായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ സാറിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവിടെ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ആളുടെ അടുത്തൊരു പാട്ട് പാടി ചാൻസ് കിട്ടാണെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരാദ്യം പറഞ്ഞു സാറ് ചിലപ്പോ ദേഷ്യത്തിലായിരിക്കും. അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും ആവട്ടെ വിചാരിച്ചിട്ട് സാറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു. ഞാൻ സാറിൻ്റെ അടുത്ത് സാർ ഞാനിങ്ങനെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു, സാറിന്റെ വീട്ടിൽ വന്ന് എടുത്തിട്ടുണ്ടായി. അപ്പൊ സാറ് പറഞ്ഞു സാറിന്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചാനലിൽ വർക്ക് ചെയ്യുമ്പോ. സാറ് പറഞ്ഞു ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു സോങ് പാടട്ടെ എന്ന് ചോദിച്ചപ്പോ സാർ പറഞ്ഞു എന്നാ പാടിക്കോ. അത് വീഡിയോഗ്രാഫർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, എഡിറ്ററായിട്ടും ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. സാറ് നന്നായി പറഞ്ഞു. കാരണം ഒന്നാമത് നമുക്ക് അവിടെ ഇരുന്നപ്പോ ഇല്ലാത്ത എവിടുന്നോ ഒരു കോൺഫിഡന്റ് പോലെ നമുക്ക് അങ്ങനെ പാടുമ്പോ, കാരണം ഒരിക്കലും തെറ്റാൻ പാടില്ല, കാരണം ഒറ്റ ഷോട്ടാ, പിന്നെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കാനും പാടില്ലല്ലോ. അപ്പൊ രണ്ട് കൽപ്പിച്ച് ഒരു ബ്രീത്ത് അങ്ങ് എടുത്ത് അങ്ങ് പാടി. അതില് സാറ് നന്നായിന്ന് പറഞ്ഞേ, കൂടെ ഉണ്ടായ ആൾക്കാരാണെങ്കിലും നന്നായിന്ന് പറഞ്ഞു. സാറ് ഭാവി ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ ആൾക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായി, കാരണം നമുക്ക് ഓരോരുത്തരുടെ ഫേസിലേക്ക് കാണുമ്പോ നമ്മുടെ പാട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ കണ്ടപ്പോ പിന്നെ ഓക്കെയാന്ന് തോന്നി, പിന്നെ അങ്ങോട്ട് പാടി. പാടാം. ശ്രുതിയിൽ ചേരും ഇവളുടെ മൂകസല്ലാപം, ഉഷസാം പെൺകിടാവേ നിന്റെ ചിത്രം. ശ്രുതിയിൽ ചേരും ഇവളുടെ മൂകസല്ലാപം, ഉഷസാം പെൺകിടാവേ നിന്റെ ചിത്രം. ഇതുവരെ എന്തേ കണ്ടില്ല ഞാൻ കവിളത്തെ സിന്ദൂരത്തെ രാഗപരാഗങ്ങൾ. നിന്നെ നീ ആരബിന്ദുവിൽ ഞാൻ സൂര്യനായി ഒളിച്ചിരുന്നേ. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാ ഇവളാണല്ലോ എന്നുള്ളു തുടിച്ചതും ഇവളെ. സത്യനന്ദിഗാഡ് സാറിന്റെ മുമ്പിൽ പെർഫോം ചെയ്ത കാര്യം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ടത്തെ ഒരു കഥയാണ്. ഈ ലോഹിതദാസ് സാറിന്റെ മുമ്പിൽ ഒരാൾക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമയിൽ ചാൻസ് കിട്ടില്ലോ എന്ന് ചോദിച്ചാൽ ഒരു തൃശ്ശൂർ ഇതുപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റേജിൽ വെച്ചിട്ട് മിമിക്രി സാധനം ഒരു ചെറിയൊരു ബിറ്റ് ആൾ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കലാഭവൻ മണി സല്ലാപത്തിലേക്ക് സെലക്ട് ആകുന്നത്. കഥ കേട്ടിട്ടുണ്ടാവും. ഹോപ്പ്ഫുള്ളി അങ്ങനെയുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടാവട്ടെ. ആളുകളുടെ റിയാക്ഷൻ എടുത്തിടാം പാട്ടിന് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ആളുകൾ ജെന്യുവൻ ആയിട്ട് ഹാപ്പി ആവുന്നു, സർപ്രൈസ്ഡ് ആവുന്നു, പതുക്കെ പതുക്കെ അവരുടെ അറ്റൻഷൻ നിതീഷിലേക്ക് തിരിയുന്നു. ഈ ഇങ്ങനെ ഷോർട്സ് പ്ലാൻ ചെയ്യുന്നതൊക്കെ ആരാ ശരിക്കും? അത് ഞാൻ തന്നെ പ്ലാൻ ചെയ്യാറ്. അപ്പൊ ഇവരോട് ഫ്രണ്ട്സിന്റെ അടുത്ത് പറയും, ഞാൻ പാടുമ്പോ ഫസ്റ്റ് ഷോട്ട് തന്നെ അവര് എടുത്തോളട്ടെ അവരുടെ ഫേസിൽ. കാരണം പെട്ടെന്ന് നമ്മള് വോയിസ് ഭയങ്കര ലൗഡ് ആക്കുമ്പോ എന്തെങ്കിലും ഒരു നോക്കും, അത് 100% ഉറപ്പാ. പിന്നെ നമുക്ക് പാട്ട്, കാരണം പാട്ടിന് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും അത്രത്തോളം അവരെന്തായാലും അത് ശ്രദ്ധിക്കും, അത് ഉറപ്പാ. കാരണം ഞാൻ ഇപ്പൊ പാടുമ്പോഴാണെങ്കിലും ശരിക്കും സ്നേഹിച്ചിട്ട് തന്നെ ഞാൻ പാട്ടിന് പാടുള്ളൂ. ഇങ്ങനെ എന്തിനു വേണ്ടി പാടില്ല, സ്നേഹിച്ചിട്ട് തന്നെ പാടുള്ളൂ. അപ്പൊ ഇവരോട് ഞാൻ പറയും, തുടക്കം തന്നെ ചെല്ലുമ്പോൾ പറയും, ഞാൻ അങ്ങനെ പാട്ട് പാടും, അപ്പൊ നീ എല്ലാം സെറ്റ് ചെയ്തോളൂ കേട്ടാ. അവരെ റിയാക്ഷൻസ് ഒരു 3-4 ക്യാമറ അപ്പുറത്തേക്ക് ഉണ്ടാവും. അപ്പൊ തന്നെ പാടണ വഴിക്ക് തന്നെ അവരെ ഷോട്ട് പണിയെടുക്കുക. അങ്ങനെയാണ്. പിന്നെ ഈ അധികം പാടുന്നപ്പോ ഈ പ്രണയഗാനങ്ങളാണല്ലോ, മനസ്സിൽ അങ്ങനെ ഒരാൾ ആലോചിക്കൂ? അങ്ങനെയല്ല ആലോചിക്കുന്ന പറഞ്ഞ, കാരണം പാടുമ്പോ നമുക്ക് ഇപ്പൊ ഫ്രണ്ടില് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡന്റ് കിട്ടും. കാരണം ആള് എന്തായാലും ആ പാട്ട് ആസ്വദിക്കുന്നത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു കോൺഫിഡന്റാ. ഞാൻ അങ്ങനെ നോക്കാറ് കൂടുതൽ. കാരണം അങ്ങനെ കിട്ടുമ്പോഴാണ്, കാരണം മ്യൂസിക്കിനെ ഇപ്പൊ ഈ പ്രണയം എന്നൊക്കെ പറയില്ല, എത്രത്തോളം ലവ് ചെയ്യാൻ പറ്റും അത്രത്തോളം ആ പാട്ടിനെ അടിപൊളിയാക്കാൻ അങ്ങനെയാണ് ഞാൻ പാടാറ്. അപ്പൊ അങ്ങനെ
അല്ലാണ്ട് ഇപ്പൊ ആരും അങ്ങനെ ചിന്തിച്ചിട്ട് പാടലൊന്നുമില്ല. പക്ഷെ അവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിപ്പോ ആരായിക്കോട്ടെ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മൾ അങ്ങനെ ഒന്ന് കുത്തി കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ ഈ അടുത്തൊരു ഇന്റർവ്യൂ എടുത്ത സമയത്ത് എന്നോട് ഒരു ആക്ടർ പറഞ്ഞ കാര്യമാണ്, അതിൽ അദ്ദേഹം ഗിറ്റാർ ഉപയോഗിക്കുന്നുണ്ട് ആ സിനിമയുടെ അകത്ത് അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പറയുന്ന കാര്യം, ഷോ ഇറക്കാൻ പറ്റിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് ഗിറ്റാർ. അടിപൊളിയായിട്ട് ഇറക്കാം. അത് നമുക്ക് പെട്ടെന്ന് നോട്ടം കിട്ടും. കാരണം ബാക്കിയുള്ള ഇൻസ്ട്രുമെന്റ്സ് പോലെയല്ല ഗിറ്റാർ. ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരും. അത് ഒരു ഒന്നാമത് എന്താ പറയാ വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഗിറ്റാർ വായിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് പറയും. കാരണം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഗിറ്റാറൊക്കെ വായിക്കുന്നവര്. അപ്പൊ ഇവരൊക്കെ ഞാൻ കൊണ്ട് പോവാറുണ്ട് പുറത്തോട്ട്. എൻ്റെ കൂടെ ഇരിക്കുമ്പോ ജസ്റ്റ് വായിക്കാനൊക്കെ. പിന്നെ ഇങ്ങനെ ക്രൗഡ് തന്നെ കാണുമ്പോ അവർക്കാണെങ്കിലും ഒരു സന്തോഷം. അപ്പൊ ഒരു രണ്ടാമത്തെ ദിവസം വരും. അങ്ങനെ പിന്നെ നമ്മൾ തന്നെ വിളിക്കും, നിതീഷ അവിടെ നമുക്ക് ബസ്കിങ്ങിന് പോവാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് പിന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ കവർ ചെയ്ത് ഈ പ്രോസസ്സിന് പറയുന്ന ബസ്കിംഗ് ആണോ? ആ ബസ്കിംഗ് എന്നാണ് പറയാ. അത് പുറത്തൊക്കെ കൺട്രീസിൽ ഇത് കൂടുതലാണ്. നമ്മുടെ കേരളത്തിൽ ഭയങ്കര കുറവാ. കേരളത്തിലുണ്ട് ആർട്ടിസ്റ്റുമാരൊക്കെ ഇവിടെ ഉണ്ട്. കാരണം ഇപ്പൊ അങ്ങനെ നമ്മുടെ മുബാസ് അവരൊക്കെ ഉണ്ടല്ലോ, ഏകദേശം തുടങ്ങുന്നത് അങ്ങനെ ഒരു രീതിയിലല്ലേ. മുബാസ് ഒക്കെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, ഞാൻ ആദ്യം ഇങ്ങനെ പാടാനൊക്കെ പോകും. കാരണം കൂടുതൽ കഫേല മൈക്കൊന്നും വെക്കില്ല. മൈക്ക് വെക്കാണ്ട് ഞാൻ പാടാറ്. ആദ്യം എന്നൊക്കെ പാടുമ്പോ ഇങ്ങനെ നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അത് പാടി 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 ഇപ്പൊ എത്ര മണിക്കൂർ വേണമെങ്കിലും പാടിക്കൊണ്ടിരിക്കും. പ്രശ്നം അതില് വീഡിയോയിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, സാധാരണ ഇങ്ങനത്തെ വീഡിയോസ് വരുന്ന സമയത്ത് ഒരു ആൺകുട്ടിയാണ് പാടുന്നതെങ്കിൽ പെൺകുട്ടികളുടെ റിയാക്ഷൻസ് ആണ് അധികം എടുത്ത് ഇടുക. ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം വെച്ചും അതാണ് ഒരുപാട് നല്ലത്. സത്യാവസ്ഥ നമ്മൾ പറയണല്ലോ. പക്ഷെ സ്റ്റിൽ നിങ്ങൾ ചെയ്തൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് അങ്ങനെയല്ലേ ചെയ്യുന്നത്. ആണുങ്ങളുടെ റിയാക്ഷൻസ് എടുത്തിട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് ആക്ച്വലി നല്ലൊരു ട്വീക്കായിരുന്നു. അതെങ്ങനെയാ ഐഡിയ വരുന്നത്? അത് ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ഇതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നലൊരു ഇത് നമുക്കൊന്ന് ഡിഫറെന്റ് ആക്കി പിടിക്കാം. അങ്ങനെയായിരുന്നു. കാരണം ഇവിടെ ഞാനൊരു വട്ടം ഒരു ഹോട്ടലില് പാടാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പാടാൻ പോയപ്പോ ഒരു അമ്മ പുറത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, പാട്ടൊക്കെ സൂപ്പറായി, ഭയങ്കര താളുണ്ട്, അടിപൊളിയാണ്. അപ്പൊ ഞാൻ ഒരു വട്ടം പറഞ്ഞു, അമ്മ ഞാൻ ഇപ്പൊ ഒരു വീഡിയോ എടുക്കാൻ വന്നതാണ്, നമുക്ക് വേറൊരു ദിവസം ഞാൻ അമ്മ അടുത്തേക്ക് വരാം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു വട്ടം ഞാൻ ചിന്തിക്കുന്ന സമയത്ത് കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നന്ദുവിന്റെ അടുത്ത് പറഞ്ഞു, നന്ദു എങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാ, നമുക്ക് അത് ചെയ്ത കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ അവിടുന്ന് അമ്മയുടെ അടുത്തേക്ക് പോയി. അതാണ് ഈ അമ്മേനെ ഫീച്ചർ ചെയ്യുന്നത്. ഒരു അമ്മയുണ്ട് വീഡിയോ എടുക്കാം, അതിന്റെ തുടക്കം അങ്ങനെയാണല്ലേ? അതന്നെ. അപ്പൊ ഓരോന്നിനും ഓരോ സ്റ്റോറീസ് ഉണ്ട്. ഇപ്പൊ ഓരോ സ്ഥലത്ത് പാടാൻ പോവാണെങ്കിലും അതിൻ്റെതായ കുറെ സ്റ്റോറീസ്. ഇപ്പൊ നമ്മളിവിടുത്തെ അന്ന് ഞങ്ങള് വൈറ്റില ബസ് സ്റ്റാൻഡ് അവിടെ പോയിപ്പോ അവിടെ കുറച്ച് സാറുമാരുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്നുമില്ല, ഞങ്ങളത് പാടിക്കഴിഞ്ഞ് കണ്ടന്റ് എടുത്ത് തിരിച്ചു പോവാ. അപ്പൊ ഒരു സാറ് വിളിച്ച്, എടാ അങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് തന്നെ വിളിച്ച്. അപ്പൊ എന്തായാലും നമുക്ക് അപ്പൊ തന്നെ കണ്ടന്റ് അത് നമുക്ക് പോവാം. ഉടനെ അടികുമാരെടുത്ത് പറഞ്ഞിടാ, വീഡിയോ എടുത്തോ, നമുക്കത് കണ്ടന്റ് ആക്കാം സ്പോട്ടില്. കാരണം അവിടെ പോകുമ്പോ ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു വീഡിയോസ് ക്രിയേറ്റ് ആവണത്. ഇപ്പൊ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ അവരോട് പറഞ്ഞിട്ടാണോ. പക്ഷെ നമ്മള് അങ്ങനെ എടുക്കണതും പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുക്കണതും ഭയങ്കര ഡിഫറെന്റാ. നമുക്ക് അതിൽ നിന്ന് കിട്ടണ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സ്നേഹമുണ്ട്, അത് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും. അങ്ങനെയാണ് പിന്നെ ഇത് തന്നെ കണ്ടിന്യൂസ്ലി നമുക്ക് കൊണ്ടുവന്ന് വിചാരിച്ചു. ഈ മെട്രോനകത്ത് ചെയ്തിട്ടുള്ളൊരു വീഡിയോനകത്ത് തനിയമിഴികൾ ആണ് പാടുന്നത്. അതില് ഒരു നല്ല നേരം വരവേറ്റിടാം എന്ന് പറയുന്ന സമയത്ത് മാത്രം ഒരു ഹൈ പിച്ചിൽ പാടുന്നുണ്ട്. അത് ഗംഭീരാണ്. അത് ഭയങ്കര രസമാണ്. കാരണം നമ്മള് വേറെ സത്യം പറഞ്ഞ ഈ വേറെ ലോകത്തേക്ക് പോകുന്ന പോലത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ പാട്ട് ആസ്വദിച്ചുകൊണ്ട്. അത് അത്ര എളുപ്പത്തിൽ കിട്ടാറുമില്ല. പ്രത്യേകിച്ച് അതിലിപ്പോ പ്രത്യേകിച്ച് അങ്ങനെ വേറെ സൗണ്ടിങ്ങോ അക്കസ്റ്റിക്സ് ആയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല, സൗണ്ട് എഞ്ചിനീയറിംഗ് ആയിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല വീഡിയോയിൽ. പക്ഷെ സ്റ്റിൽ ആ പാർട്ട് ഭയങ്കര രസമാണ്. ഒരുപാട് പേര് അത് കമന്റ് ചെയ്തിട്ടുണ്ട്, ഒരു നല്ല നേരം വരെ വെയിറ്റിടാം എന്ന് പറയുന്നത്. അവിടെ മാത്രം ഇങ്ങനെ ഒരു ഹൈ കൊടുക്കാം, അവിടെ മാത്രം ഒന്ന് ഇംപ്രവൈസ് ചെയ്യാം, അതെങ്ങനെയാ? അവിടെ കാരണം ഞാൻ കൂടുതൽ ഹൈ എടുക്കുക, ടെൻഷൻ ഉണ്ട്. അതാ പാട്ടിൽ എനിക്ക് ആ വരി എത്തുമ്പോ ടെൻഷനാ. കാരണം അവിടെ എത്തി എന്തെങ്കിലും ഒരു വെള്ളി വീണ് കഴിഞ്ഞാൽ പിന്നെ പോയി, പിന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അത് കറക്റ്റ് കിട്ടി. ഒരു വട്ടം കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ പാടിയാലും അങ്ങനെ തെറ്റാറില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഒന്ന് പാടാവോ?
ചിരി കാത്തിടാൻ ഇതുവഴിയാ തുണയായി വരാം ഇനിയെന്നുമേ ഉഴനീർത്തിടാം തണലേകിടാം ഒരു നല്ല നേരം ഇപ്പോഴും പാടുമ്പോഴും ടെൻഷൻ അങ്ങനെ വലിയ പെട്ടു. പിന്നെ ഇപ്പൊ കോൺഫിഡന്റ് ആയി ആ സോങ് ഒക്കെ പാടാനായിട്ട്. കാരണം എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു അത് പാടുമ്പോ, കാരണം അത്രയ്ക്കും സ്ട്രെസ് എടുത്ത് പാടണം. പിന്നെ ഈ ബസ്കിങ്ങിനൊക്കെ പോകുമ്പോ ഒന്നാമത് നമ്മൾ പുറത്ത് ഇങ്ങനെ പാടുമ്പോ നമുക്കൊന്നും അടഞ്ഞ മുറിയല്ല ഒന്നാമത്. അപ്പൊ അങ്ങനെയൊക്കെ പാടുമ്പോ കുറെ സ്ട്രെസ് ആയിട്ട് പാടി 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 തൊണ്ട ഒരു ഇതാവുമ്പോഴാണ് ആൾക്കാർ പറയാ തനിയെ പാട് എന്ന് പറയുമ്പോഴാണ് അത് പാടാം. അപ്പോഴും നമുക്കൊരു ടെൻഷൻ ആയിരിക്കും, എന്നാലും പിടിക്കും, തളരില്ല. ഭയങ്കര നിഷ്കളങ്കായിട്ടുള്ള ഒരു ചിരി ഉണ്ട് നിതീഷിന്, ആളുകൾ പറഞ്ഞിട്ടുണ്ടോ? ചിരി വീഡിയോ കഴിയുമ്പോ ഒരു ചിരി ഉണ്ട്, അതൊരു സന്തോഷം കിട്ടുമ്പോ. ഇതിനകത്തൊരു സ്ട്രഗിൾ ഉണ്ടോ ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്? സ്ട്രഗിൾ എന്ന് പറയുമ്പോ അങ്ങനെ ഇതുമായിട്ട് വന്നിട്ടില്ല. നമുക്ക് എന്താ പറയാ, പ്രശ്നം എന്ന് പറയുമ്പോ നമുക്ക് ഇങ്ങനെ കണ്ടന്റ്സ് കിട്ടാണ്ടാവുമ്പോ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ഇനി അടുത്തത് എന്താണ് ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോ കുറച്ചുകൂടി എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് തോന്നിച്ചിട്ടുണ്ട്. കാരണം അടുത്തത് എന്താണ് പോവാ, കാരണം ഒന്നാമത് പോയില്ലെങ്കിൽ ആൽഗോരിതം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് പണിയാവും. പിന്നെ അത് ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് പിന്നെയും പാടാ. അപ്പോ ഓരോരുത്തരുടെ അടുത്ത് കണ്ടന്റ് ചോദിക്കും, മിക്കവാറും എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടായിരിക്കാം പോണത്. പിന്നെ ഇപ്പൊ നന്ദു ആണെങ്കിലും ജെനി ആണെങ്കിലും അനസാണെങ്കിലും എല്ലാരും ഫ്രണ്ട്സ് ആണ്. നമുക്ക് അല്ലാതെ ഒരു ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എത്ര പേരുണ്ട് ഈ ടീമില് ഫ്രണ്ട്സ്? അങ്ങനെ പറയുകയാണെങ്കിൽ ആദ്യമേ തൊട്ട് പറയേണ്ടി വരും. കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ എടുത്ത് പറയണമെങ്കിൽ ഇപ്പൊ ഇവരെല്ലാരും ഇപ്പൊ നന്ദു എന്തായാലും അത് പറയണം. കാരണം ഞാനിപ്പോ ഇവിടെ ഇരിക്കുകയാണെങ്കിലും എന്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ എത്തിയതും. എടുത്ത് പറയണം എന്തായാലും. കാരണം ഇപ്പൊ നന്ദു, ജെനി, അനസ്, അതുപോലെ ഷാഹിദ്, അർഷി, ഉബൈദ്, കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ചാച്ചി എന്ന് പറഞ്ഞ എന്റെ വടിയായിരുന്നു. ഇപ്പൊ അവൻ പുറത്തേക്ക് പോവാണ്. അപ്പൊ അങ്ങനെയൊക്കെ അവരൊക്കെ വഴിയാണ് പിന്നെ എത്രത്തോളം എത്തിയത്. സത്യം പറയാല് ഇപ്പൊ എനിക്ക് യൂസ് ചെയ്യാൻ വരെ ഒരു നല്ല ഫോണില്ല. അത് എല്ലാവരും ചോദിക്കേണ്ട അടുത്ത് എന്താണ് ഇങ്ങനെയൊക്കെ പാടി നല്ലൊരു ഫോണിലാണ് എന്താണ് ഇങ്ങനെ. പിന്നെ ഇപ്പൊ മെയിനായിട്ട് നന്ദുവിന്റെ ഫോണാണ് എല്ലാത്തിനും ഷൂട്ട് ചെയ്യണതും എഡിറ്റിംഗ് ഒക്കെ അതിൽ തന്നെ. അപ്പൊ അതിന് എന്തായാലും അവരുടെ അടുത്ത് ഞാൻ ഒരുപാട് താങ്ക് യു പറയാണ്. ഈ ചില ആളുകൾ ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മള് നിതീഷിനാണ് ഇന്റർവ്യൂ എടുക്കാൻ പോകുന്ന സമയത്ത് ഈ അധികം ആളുകൾ ഈ 11 മണി തൊട്ടിട്ട് 3 മണി വരെയുള്ള ഒരു രാവിലെ സമയം ഉണ്ടല്ലോ, സോറി രാത്രി തൊട്ടിട്ട് രാവിലെ ആവുന്ന ആ ഒരു സമയം. ആ സമയത്താണ് ഈ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ റീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഈ ഇപ്പൊ മിന്നൽ പോലെ ആയാലും ഒക്കെ കാണുമ്പോൾ ആളുകൾ അത് ചിലപ്പോൾ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്തിട്ടുള്ള സമയത്തായിരിക്കും ഈ വീഡിയോ പെട്ടെന്ന് പോപ്പപ്പ് ചെയ്ത് വരിക. അപ്പൊ അതുണ്ടാക്കുന്ന ഒരു സന്തോഷമുണ്ട് ആളുകൾക്ക്. അതുകൊണ്ട് ആളുകൾ ഇമോഷണൽ ആവുന്നുണ്ട്. ആളുകൾക്ക് ഇപ്പൊ വിഷമം വരാറുണ്ട്, സന്തോഷം കൊണ്ട് കണ്ണീര് വരുന്നുണ്ട്. ഈ DMസിലൊക്കെ അങ്ങനെയുള്ള എഴുത്തുകളൊക്കെ കിട്ടാറുണ്ട്. ഇത് ഇപ്പൊ എന്റെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ ബാഡ് ആയിട്ടൊന്നും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. കമന്റ് ബോക്സിലാണെങ്കിലും നല്ല കമന്റ്സ് തന്നെ. ഇപ്പൊ പുറത്തുനിന്നാണെങ്കിലും എല്ലാവരും എനിക്ക് കമന്റ് ഇത്തിരി ബാഡ് ആയിട്ട് തോന്നിയത് കാരണം ഞാൻ കുറച്ച് നാൾ മുമ്പ് ഞങ്ങളുടെ റൂമിൽ ഇരുന്നിട്ട് തന്നെ കുറച്ച് സോങ്ങുകള് പാടാറുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു അതിൽ നിന്നൊന്ന് മാറ്റി ഒന്ന് പിടിക്കി. അപ്പൊ കുറച്ച് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചെയ്തപ്പോ എല്ലാവരും പറഞ്ഞു തുടങ്ങി കണ്ടന്റ് അടിപൊളിയായിട്ടുണ്ട്, നീ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോ. അപ്പൊ കമന്റ് ബോക്സിൽ അങ്ങനെ തെറി കിട്ടണ പോലെ തെറി അങ്ങനത്തെ എല്ലാരും നല്ല സപ്പോർട്ടിങ് ആണ്. ഭയങ്കര എല്ലാരും ഒരുവിധം സപ്പോർട്ടാണ്. ഇപ്പൊ കൊച്ചിയിലാണെങ്കിലും എടുത്തു പറയേണ്ട കാര്യമാണ്, ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ഈ മെട്രോ ഒരു ഐശ്വര്യമാണല്ലേ, അവിടുന്നാണ് ചവിട്ടുപടി തുടങ്ങിയത്. ഈ മെട്രോയിൽ പോയിട്ട് കണ്ടന്റ് ചെയ്യുന്നത് ആദ്യമായിട്ട് എപ്പോഴാ? ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട്. എത്ര എല്ലാം അങ്ങനെ ഓർമ്മയില്ല. അതിങ്ങനെ ഒരു ജസ്റ്റ് എന്തായാലും മെട്രോയില് ഞാൻ ഒരു പാടുന്ന ഒരു വീഡിയോ കണ്ടു ആദ്യം. അപ്പൊ നമ്മള് അതവരെന്തോ ഗ്രൂപ്പ് ആയിട്ടായിരുന്നു അവര് പാടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് അങ്ങനെയാണെങ്കിൽ സിംഗിൾ ആയിട്ട് പോയി ഒന്ന് പാടി നോക്കാം. അതിന്റെ ഞങ്ങളൊരു ശനിയാഴ്ച ദിവസത്താണെന്ന് തോന്നുന്നുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം ഞങ്ങള് മെട്രോയില് കയറി പാടി. അപ്പൊ ഇനി ക്രൗഡൊക്കെ ആയി. ക്രൗഡായിപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ച് വലിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. കാരണം മെട്രോയിൽ പാടുമ്പോൾ പിന്നെ ഞാൻ മെട്രോയിൽ പാടുന്ന ടൈമിൽ ഒരു ചേട്ടൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ന്യൂസിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആള് നല്ലൊരു അപ്രിസിയേഷൻ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നത്.
അപ്പൊ എനിക്ക് ഒരു കോൺഫിഡന്റ് ആയി, കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ രണ്ടാമത് പോയിട്ട് പാടിയതാണ്. അല്ല ഇപ്പൊ ഇതിപ്പോ എങ്ങനെ പ്ലാൻ ചെയ്യാ? ഇപ്പൊ ആലു തൊട്ടിട്ട് തൃപ്പൂണിത്തറ വരെയുള്ള ഇതില് സമയമല്ലേ ഉണ്ടാവുള്ളൂ, അതിനുള്ളിൽ എടുത്ത് കഴിയണം. അതല്ലാതെ അങ്ങനെയാ. ഇപ്പൊ ബോട്ടിൽ പാടിയതാണെങ്കിലും ഫുള്ള് കാൽക്കുലേഷനാ. നമ്മൾ ഇവിടേക്ക് പോകുമ്പോ ഒരു പാട്ട് പാടി ക്രൗഡ് ഉണ്ടാക്കണം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ എക്സ്പ്രഷൻസ് സെറ്റ് ചെയ്യണം, അങ്ങനെയാണ് ഫുള്ള്. അപ്പൊ എത്ര പേരുണ്ടാവും ക്യാമറമാനായിട്ട്? ഒന്നല്ലെങ്കിൽ ഇപ്പൊ ഞാനും നന്ദു ഉണ്ടാവും, പിന്നെ ജീനി ഇടയ്ക്ക് ഉണ്ടാവും. ബ്രോ അത് വായിച്ചോണ്ടിരിക്കില്ലേ ഷൂട്ട് ചെയ്യാ? അത് ഇല്ല ഇവരെന്നെ എടുക്കാറുള്ളത്. ചിലപ്പോ ഒരാളെ കൊണ്ട് പോവുള്ളൂ. ചെറിയ കണ്ടൻസ് ഒക്കെ ആണെങ്കിൽ ഒരാളെ. ഇപ്പൊ കുറെ ഭയങ്കര ക്രൗഡുള്ള ഏരിയസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ട് ഇത്ര പേര് നമുക്ക് പോവാടാന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോവാ. പിന്നെ അവരെ ടൈമും അതിന് ഇവര് ഇതുവരെയായിട്ട് എൻ്റെ അടുത്ത് അത് വേണ്ട, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇപ്പൊ ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു മാറ്റങ്ങളും എന്നെ ഇത്രത്തോളം എത്തിച്ചതും അത് ഞാൻ ഫ്രണ്ട്സാന്ന് തന്നെ ഞാൻ എടുത്തു പറയും. കാരണം ഇപ്പൊ ഞാനത് എടുത്തില്ലെങ്കിൽ നന്ദു ഉടനടി എന്നോട് ചോദിക്കും, നിതീഷ കണ്ടന്റ് പോയില്ലടാ, നമുക്ക് കണ്ടന്റ് എടുക്കണേട്ടാ, ശനിയാഴ്ച വീഡിയോ പോകണം എന്ന് പറയുമ്പോ ഓക്കെ. കാരണം നമുക്ക് അങ്ങനെ ഒരാള് പുഷ് ചെയ്യാനുണ്ടെങ്കിൽ അത്രത്തോളം നമ്മൾ അതൊക്കെ ഉണ്ട്. അത് ഇടയ്ക്കൊക്കെ നമുക്ക് വരെ പണി പാടും. കാരണം ഒരു വട്ടം ഞാനിങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ടൈമില് ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് പോസ്റ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ വെള്ളിയാഴ്ച ദിവസത്താണ് തോന്നുന്നുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തത്. ഉടനടി നന്ദനെ വിളിച്ചു. അപ്പൊ ഞാൻ കോൾ എടുത്തില്ല, കാരണം ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന ടൈം ആയിരുന്നേ. അപ്പൊ നന്ദു വിളിച്ചു. അപ്പൊ നന്ദനോട് പറഞ്ഞു, നിതീഷ നീ ഇന്ന് വീഡിയോ ഇട്ടേ? അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈശ്വരൻ ഇന്ന് ശനിയാഴ്ച അല്ലേ, പെട്ടു. പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. രണ്ടു കഴിഞ്ഞ് നന്ദു വിളിച്ചു നന്ദ എന്തായാലും വീഡിയോ പോട്ടെ, കാരണം അപ്പോഴേക്ക് ഒരുവിധം കയറി തുടങ്ങി. പിന്നെ അതങ്ങനെ ഇട്ടു. അങ്ങനെ കുറച്ച് ഫ്ലോപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ചിരുന്ന ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം കയറി പിടിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ മിന്നൽ വേള എപ്പോഴാണ് ഷൂട്ട് ചെയ്യുന്നത്? അതിപ്പോ അത്രയില്ല, അത് അടുത്താണ്. ഓക്കെ. ഈ ഒരു പാട്ടിന് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട്, ഇത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാവുന്ന പാട്ടാണ്, അത് എങ്ങനെയാ ഡിസൈഡ് ചെയ്യുന്നത്? അതിന്റെ ക്രൈറ്റീരിയ എന്തായിരിക്കും? ഒന്നാമത്തെ കാര്യം, ഞാൻ ബസ്കിങ്ങിന് പോകുമ്പോ എല്ലാരും പറയണ കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ അറിയണവരാണെങ്കിൽ ഞാൻ കൂടുതൽ കോൺഫിഡന്റ് ആയിട്ടുള്ള സോങ്ങുകളെ പാടാറ്. നമുക്കൊരു കംഫേർട്ട് ഉണ്ടാവില്ല ഒരു സോങ്ങിന്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവരെന്നോട് പറയുന്നത് പാട്ടൊന്നും നീ ചേഞ്ച് ചെയ്ത് നോക്ക്. അങ്ങനെ ഓരോ കണ്ടന്റ്സ് വരുമ്പോ പാട്ടുകൾ ചേഞ്ച് ചെയ്ത് തുടങ്ങി. പിന്നെ എന്തെങ്കിലും മിന്നൽ വേള എന്തെങ്കിലും കത്തിങ്ങട് നിക്കല്ലേ, അപ്പൊ അത് അങ്ങോട്ട് പാടി. പക്ഷെ അത് ഗിറ്റാർ വെച്ചിട്ട് പാടിയില്ല, കാരണം ഞാൻ സ്പീക്കർ, കാരണം അവിടെ വെറൈറ്റി വേണം. അതന്നെ, കാരണം ഗിറ്റാർ വെച്ച് പാടുമ്പോ ഒരു രസമില്ല. കാരണം എല്ലായിടത്തും ഗിറ്റാർ തന്നെയാണ് യൂസ് ചെയ്യണേ. നമുക്ക് പുറത്ത് ഇവിടെ അവിടെ എന്ന് പറയുമ്പോൾ നല്ല ഒതുങ്ങിയ സ്ഥല. നിന്നിട്ടല്ലേ പാടുന്നത്? നിന്നിട്ട് പാടി. അതിലും അപ്പൊ ഈ മിന്നൽ വേള കയ്യിലിട്ട പെണ്ണടക്കി അവിടെ ആയിരിക്കും നമുക്കൊരു ഹുക്ക് ചെയ്യാൻ പറ്റുക, അതും മനസ്സിലാക്കിയിട്ട് തന്നെയാണോ? അതെ, അത് ഒരു തലവരെ മാറ്റി എന്ന് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു ശരിക്കും. ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതായത് ഞങ്ങൾ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി കയറി ഞങ്ങൾ ഫസ്റ്റ് ഒരു വട്ടം ഷൂട്ട് ചെയ്തു. അന്ന് ബോട്ടില് 10-9 പേര് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് വീഡിയോ കുഴപ്പമില്ല, നമുക്ക് ഓക്കേടാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് അപ്പുറത്ത് പോയി ഇറങ്ങി, കൊച്ചിയിലിറങ്ങി കഴിഞ്ഞപ്പോ അവിടെ നോക്കിയപ്പോ ഫുള്ള് ക്രൗഡ്, ഒരു 98-100 ആൾക്കാർ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക ബോട്ടിക്ക് കയറാനായിട്ട്. ഞാൻ നന്ദു ഇത് കിട്ടാണെങ്കിൽ നമ്മള് കലക്കാനടാന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു അല്ല വേണം, നമുക്ക് അടുത്തേക്ക് പോടാ, 8:30 വരെയാണ് ലാസ്റ്റ് ബോട്ട് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞങ്ങളവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇവന്മാരെല്ലാരും കൂടി പറഞ്ഞു നമുക്ക് ചായ കുടിക്കാൻ പോടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ചായ കുടിക്കാൻ പോകണ്ട, നമുക്ക് അവിടെ ഇരിക്കാം, എന്നാലും ഇത് കിട്ടിയില്ലെങ്കിൽ പെട്ടു, പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഉമ്മര് പറഞ്ഞു വേണ്ട, അതെന്തായാലും കയറാനൊക്കെ പറ്റും നന്ദോട് പറഞ്ഞത്. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ചായ കുടിച്ച് തിരിച്ചു വന്ന ടൈമില് ബോട്ട് എടുക്കാറായി. ഞങ്ങൾ എടുത്ത് പറഞ്ഞു പിന്നെ കയറാൻ പറ്റില്ല, അടുത്ത 8:30 ബോട്ടിൽ കയറിക്കോന്ന് പറഞ്ഞു. മനസ്സാകെ ചത്തു. എന്ത് ചെയ്യാ, കാരണം അത്രയ്ക്കും നമ്മള് എഫേർട്ട് ഇട്ടിട്ട് വന്ന് നിൽക്കണ ഒരു പരിപാടിയാ. പിന്നെന്ന് പറയുമ്പോ അത്രയും ക്രൗഡാണ്. അപ്പൊ നമുക്കൊരു ഇതാണ്, ആകാംക്ഷയാണ്. അവൻ നന്നോട് തോന്നുന്നു എന്തായാലും വെയിറ്റ് ചെയ്യടാ, എന്തായാലും അത് പോയി ഫസ്റ്റത്തെ വീഡിയോ തന്നെ പോട്ടെ. എന്നിട്ട് വെറുതെ അവിടെ ഗിറ്റാർ എടുത്തിട്ട് 4 വായിക്കലായിട്ട് വായിച്ചു പോയിക്കും. ഈ കേറിയ ആൾക്കാരൊക്കെ പതുക്കെ ഇറങ്ങി തുടങ്ങി. പിന്നെ അവിടെ കയ്യടിയായി. പിന്നെ ഞങ്ങളവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്കൊന്ന് കയറട്ടെ, ഞങ്ങൾ കണ്ടന്റ് എടുക്കാൻ വന്നതാണ്, ഇനിയിപ്പോ ഇത്രയും ക്രൗഡ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വന്നത് വെറുതെ എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി അവിടെ പോയി ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇനി കയറാൻ പറ്റില്ല, ലിമിറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവിടെ നിന്നിട്ട് പാടി. അപ്പൊ അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചു, അവർ 4 പേരും കയറ്റിക്കോന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാരും കൂടി അതിന്റെ ഉള്ളില് ശരിക്കും ആ ബോട്ടിലുണ്ടായ ആൾക്കാരെല്ലാരും അത്രയ്ക്കും അടിപൊളി സപ്പോർട്ടേഴ്സ് ആയിരുന്നു. അത് ഒരിക്കലും ഞാൻ മറക്കില്ല. അവര് എങ്ങനെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാണ് ഒരുപാട് താങ്ക് യു ഉണ്ട്. ഞാൻ അവരോട് ഇഷ്ടം പോലെ തൊട്ട് ഞാൻ താങ്ക് യു പറഞ്ഞു, കാരണം അത്രയ്ക്ക് സപ്പോർട്ടിങ് ആയിരുന്നു. അത് എനിക്ക് എവിടെ പോയിട്ടും കിട്ടിയിട്ടില്ല അങ്ങനെ. പക്ഷെ ഇതൊരു അവിടെ നിന്നാണ് പിന്നെ ഒറ്റയടിക്ക് ട്വിസ്റ്റ് ചെയ്ത് അവിടെ നിന്നാണ് ഇപ്പൊ പെട്ടെന്ന് ഈ 100K പെട്ടെന്നൊരു കയറായിരുന്നു.
അതിന്റെ തന്നെ ഒരുപാട് വേർഷൻസ് വേറെ ആളുകൾ എഡിറ്റ് ചെയ്തിട്ട് അവരുടെ പേജിൽ ഇടുന്നുണ്ട്. ഇടുന്നുണ്ട്. അവര് വന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട് വീഡിയോ കേർട്സ് ഒക്കെ തന്നിട്ട് മിനറൽ പാടാവോ? ഈറൻമുടി ചുടിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂത്തിരകൾ നാമെല്ലാം തീരത്തെ ഓളങ്ങൾ തീരത്തിൻ താളത്തിൽ താളങ്ങൾ പാരിതിൽ നാം പോയിടാ വെണ്ണതി പോലൊഴുകിടാ മിന്നൽവാള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മറിവില്ലാണു നീ മിന്നൽവാള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മറിവില്ലാണു നീ. അതിപ്പോഴും പാടുമ്പോഴും ടെൻഷൻ ഉണ്ട്. കാരണം ആ സോങ് പാടുമ്പോ ഞാൻ അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാണ്ട് സോങ്ങുകൾ പാടില്ല. എനിക്കൊരു കംഫർട്ട് ആയിട്ട് കുറച്ച് സോങ്ങുകൾ ഉണ്ടാവും, അത് കൂടുതൽ പാടാം. പക്ഷെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ചെറുതായിട്ട് ടെൻഷൻ ഉണ്ടടാ, തെറ്റോ ഇപ്പോഴും പാടിപ്പോഴും ചെറുതായിട്ടല്ലായി പോയിണ്ടാവും. പക്ഷെ എന്താ പറയാ, രണ്ട് കൽപ്പിച്ച് അങ്ങോട്ട് പാടി, എന്തായാലും കിട്ടി. അപ്പൊ എന്തായാലും കയ്യിലെടുക്കാന്ന് വെച്ചിട്ട് പുള്ളിയോട് വിളിച്ചു. മറ്റൊരു കാര്യം, ഈ വീഡിയോസ് ചെയ്യുമ്പോഴേ ആളുകൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ നിതീഷിനെ പോലെ ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അവരുടെ പ്രധാന പ്രശ്നം അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല വീഡിയോയിൽ വരാൻ. എങ്ങനെയായിരിക്കും ആളുകൾ അത് എടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 വീഡിയോസ് വർക്ക് ആകുമ്പോഴേക്കൂടെ കൺസിസ്റ്റൻസി അങ്ങ് പോകും. നിതീഷിനൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നിതീഷിന് വളരെ കോൺഫിഡൻസ് ഉണ്ട് വീഡിയോയുടെ അകത്ത്. നമ്മൾ കാണുമ്പോൾ റിയൽ ലൈഫ് എനിക്ക് അറിയില്ല, ഈ കോൺഫിഡൻസിനെ നിതീഷ് ചെയ്യുന്നത് നിതീഷിനെ സ്വയം ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണോ? അതെ, കാരണം എനിക്ക് എന്നിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ അങ്ങനെ വിചാരിക്കുള്ളൂ. ഇപ്പൊ എത്ര സിംഗേഴ്സ് ആയിക്കോട്ടെ, പക്ഷെ ഞാൻ സിംഗേഴ്സിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പുറത്ത് പാടാൻ പോകുമ്പോ എല്ലാവരും പറയില്ല എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എനിക്ക് അങ്ങനെ പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നീ എങ്ങനെയാണ് അത് പാടണത്. പക്ഷെ നമ്മളെ എങ്ങനെയാണ് നമ്മളെ സിംഗേഴ്സിനെ കിട്ടുക, എല്ലാവരും നമ്മൾ കയറ്റി വിടാനേ ഞാൻ ശ്രമിക്കുള്ളൂ. കാരണം നീ പാട്, ജസ്റ്റ് ഒന്ന് പാടി നോക്ക്, ഓക്കെ ആയിക്കോളും. അങ്ങനെയായിരിക്കും. പിന്നെ ഇപ്പൊ ഞാൻ പാടുമ്പോ ഞാൻ വിചാരിക്കണത്, കാരണം ഞാൻ അവിടെ പാടുമ്പോ അതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് അത്രയ്ക്ക് കോൺഫിഡന്റിലാണ് ഞാൻ പാടുക. അത് എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞ. പുറത്തുനിന്ന് കേൾക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ എനിക്ക് തന്നെ എന്നിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ട് ഞാൻ പാടുള്ളൂ. അങ്ങനെ പേടിക്കാനും പാട്ടിന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും പേടിച്ചിട്ടില്ല. അതിപ്പോ പുറത്താണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പൊ പുറത്ത് ഇപ്പൊ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ നിന്ന് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പാടും. അതിപ്പോ എവിടെ വെച്ചിട്ടാണെങ്കിലും പാടിയിരിക്കുക, അത് ഉറപ്പാണ്. കാരണം പാട്ടെന്ന് പറയുമ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം എൻ്റെ ലൈഫിൽ. ഇപ്പൊ ഇവിടെ വന്നിരിക്കുകയാണെങ്കിലും പാട്ട് തന്നെയാണ് എത്തിച്ചത്. കാരണം ഇതിനെ കുറെ പേര് താഴ്ത്തി കെട്ടാനും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല, അത് 100% ഷുവർ. കാരണം ഇവിടെ എത്തൂല, അത് നീ നോക്കണ്ട, വെറുതെ ടൈം കളയുള്ളൂ. പക്ഷെ ശരിക്കും അത് ഒരു വാശിയിലാണ് തുടങ്ങിയത്. ശരിക്കും വാശി ഉണ്ടായിരുന്നു, കാരണം ഇത്രത്തോളം എത്തണം. കാരണം ഞാൻ നാട്ടിൽ നിന്ന് മാറി നിൽക്കാനും ഒരു കാര്യം അതുകൊണ്ടൊക്കെയാണ്. കാരണം ഞാൻ അങ്ങനെ പാടാനൊക്കെ പോവും, പക്ഷെ നമുക്കൊരു ഹൈപ്പില്ല. കാരണം ഒന്നാമത് സപ്പോർട്ടിങ് കുറവാണ്. പക്ഷെ നമുക്കൊന്ന് ചേഞ്ച് പിടിക്കാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കൊച്ചിക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ എത്തിയപ്പോ ഒരു 2000-3000 ഫോളോവേഴ്സിലാണ് ഇങ്ങോട്ട് വന്നത്. അത്ര ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. പിന്നെ അവിടെ നിന്നാണ് ഇങ്ങനെ കേറിയത്. അപ്പൊ അതിനെന്തായാലും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവരും ഞാൻ ഒരുപാട് താങ്ക് യു പറയാ. അതെന്തായാലും പറയണം. കാരണം നമ്മള് ഇങ്ങനെ ഒരു വേദിയിൽ ഇരിക്കുമ്പോ, കാരണം നമ്മള് കൈ പിടിച്ച് കയറ്റിയൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം അങ്ങനെ ഒരു ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഇപ്പൊ കഫേയുടെ ഒരു ചേട്ടനുണ്ട്, ആകാശ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ. ആളൊക്കെ എന്തെങ്കിലും എടുത്തു പറയണം. കാരണം ആളൊക്കെയാണ് ഇത്രത്തോളം എത്തിക്കാനുള്ള കാരണം. പിന്നെ സത്യനന്ദിക്കാട് സാറിനെ ഒന്ന് എന്താ പറയാ ഹെൽപ്പാക്കിയതൊക്കെ ആള് തന്നെയാണ്. ആളൊന്നും ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു മനുഷ്യനാണ്. അങ്ങനെ കുറച്ച് പേരുണ്ടാവുള്ളൂ ജീവിതത്തില്. അപ്പൊ അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യാം, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരെ. അല്ലാണ്ട് വെറുതെ എന്താ പറയാ കുറെ അങ്ങോട്ട് കൊണ്ടുപോകാനും ഇങ്ങോട്ട് കൊണ്ടുപോകാനും കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ അതൊക്കെ വെറുതെ. ഈ നെഗറ്റീവ് പറയുന്ന ആളുകളെ കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട നെഗറ്റീവ്
കിട്ടാറൊക്കെ ഉണ്ട്, അങ്ങനെയല്ല. കാരണം ഇപ്പോ പാടുമ്പോ പക്ഷെ അവരത് നമുക്കൊരു കെയറിങ് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്നോട് പറയില്ല അത് ഇങ്ങനെ പാടല്ലേ, ഇങ്ങനെ പാടുമ്പോ ത്രോട്ട് ഭയങ്കര ഇഷ്യൂസ് ആണ്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ അങ്ങനെ പുറത്തുനിന്ന് അവരിങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി പാടിക്കൊണ്ടിരിക്കില്ല, ത്രോട്ട് ഇൻഫെക്ഷനും അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം. എനിക്കത് കുഴപ്പമില്ല, കാരണം ഞാൻ അതിൽ ഓക്കെയാണ്. ഇപ്പൊ പാട്ട് പാടുമ്പോ തണുത്തോളം കുടിക്കാൻ പാടില്ല, ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, അതൊന്നുമില്ല. ഞങ്ങള് അടിച്ചു പൊളിച്ച് കൊച്ചി ഒക്കെ ആഘോഷിക്കുകയാണ്. സ്വയം നമുക്കൊരു വിശ്വാസം ഉണ്ടാവണല്ലോ, നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് അതൊരു വിശ്വാസം ഉണ്ടാവണല്ലോ. ആ പോയിന്റ് എപ്പോഴാണ് തുടങ്ങണേ? അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോ ജോലിക്ക് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ എനിക്കിങ്ങനെ ഞാൻ ആദ്യം ടിക്ടോക്കിലുള്ള ടൈമിലൊക്കെ അന്ന് ഇത്തിരി കുറച്ച് ഇതിലൊക്കെ ഹൈപ്പിലൊക്കെ അങ്ങനെ നിൽക്കലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒറ്റയടിക്കാണ് ഫ്ലോപ്പായ, കാരണം ടിക്ടോക്ക് നിർത്തിയല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വഴി പിന്നെ നമുക്കുള്ളത് ഇതാ ഇൻസ്റ്റാഗ്രാം. കാരണം എനിക്ക് ആകെ ഫസ്റ്റ് ഒക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം പാടുമ്പോ തെറ്റോ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഒരു ക്യാമറ വെച്ച് എടുക്കുമ്പോ, കാരണം സൗണ്ട് ഒക്കെ ഭയങ്കര ഡിഫറെന്റ്, മൂക്ക പൊത്തി പിടിച്ച് പാടണ പോലെയൊക്കെ, അങ്ങനെയൊക്കെ കുറെ കമന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് എന്താ പറയാ, നമ്മുടെ അടുത്ത് ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങോട്ട് മാറി നിൽക്കാം, അങ്ങനെ ആക്കി. കാരണം പക്ഷെ ഇപ്പൊ ഇവിടെ ആണെങ്കിലും കൊച്ചിയിലാണെങ്കിലും ചേട്ടൻ പറഞ്ഞ പോലെ കുറെ സിംഗേഴ്സിന് കോൺഫിഡന്റ് ഇല്ലാണ്ടിരിക്കുന്ന സിംഗേഴ്സ് ഉണ്ട്. അതൊന്നും നമ്മള് മൈൻഡ് വെക്കരുത് ശരിക്കും, കാരണം കോൺഫിഡന്റ് എന്ന് പറയുന്ന സംഭവം നമ്മള് എപ്പോഴും തളർത്തും, അത് എവിടേക്ക് എത്തിക്കില്ല. അതുകൊണ്ടാണ് അവരാണെങ്കിലും അങ്ങനെ ഇരിക്കണത്. അപ്പൊ ഞാനാണെങ്കിൽ അവരോട് പറയും, വന്ന് പാടടാ, പാട്, ഇതിന്റെ കഴിവ് തെളിയിക്ക്. അങ്ങനെ കുറെ പേരെ നമ്മൾ പാടിപ്പിച്ചിട്ട് വിട്ടിട്ടുണ്ട്, അവരൊക്കെ ഹാപ്പിയാണ്. ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കണവരുണ്ട്, ചേട്ടാ ഇനി അടുത്തത് എവിടെയാണ് ചേട്ടൻ പാടണം, അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് വരാം. കാരണം എനിക്ക് പറ്റില്ല ചേട്ടാന്ന് പറഞ്ഞവര് പിന്നെ വരാന്നാണ് എനിക്ക് മറുപടി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളാണെങ്കിൽ അങ്ങനത്തെ സിംഗേഴ്സിനെ പുഷ് ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കുന്നതാണ് എൻ്റെ ഒരു. ഈ ഫേക്ക് വോയിസ് വെച്ചിട്ട് ഹിന്ദി പാട്ട് പാടിയിട്ട് പിന്നെ ഒറിജിനൽ വോയിസ് പാടുന്നൊരു വീഡിയോ, അത് ആ വീഡിയോ എങ്ങനെയാ സംഭവിക്കുന്നത്? അത് കണ്ടന്റ് ഒന്നും എടുക്കാണ്ടായിപ്പോ ജെനിയുടെ അടുത്ത് പറഞ്ഞു, ജെനിയ നമുക്ക് പുറത്ത് പോയിട്ടൊരു വീഡിയോ എടുക്കാടാ. ഞങ്ങൾ ഗേൾസിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾക്ക് ബോയ്സിന് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങള് തപ്പി ഗതി കെട്ടിട്ട് പക്ഷെ ഈ വീഡിയോയിലൊക്കെ ഫീച്ചർ ചെയ്യാൻ ഗേൾസ് പെട്ടെന്ന് വില്ലിങ് ആയിരിക്കുമോ? ഇപ്പൊ ലാസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ചിലവർക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്യൂസ് ഉണ്ടാവും, അവരുടെ വീട്ടില് പ്രശ്നങ്ങളുണ്ടാവും, പിന്നെ ചിലർക്ക് ഇഷ്ടാവില്ല, നമ്മൾ ഉടനടി ഫേസിലടിച്ച് പറയും. പിന്നെ ഇപ്പൊ എന്നൊക്കെ പറയും, അന്ന് ഞങ്ങളത് വീഡിയോ എടുത്തപ്പോ ഞങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു കണ്ണാന്ന് ഞങ്ങൾ പറഞ്ഞില്ല. അവരോട് പറഞ്ഞു ഞാനൊരു സോങ് പാടുന്നുണ്ട്, നിങ്ങൾ അതേപോലെ നിന്നാ മതി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വീഡിയോ ഞങ്ങൾ തുടങ്ങി. ഇങ്ങനെ തെറ്റിച്ച് പാടും, അത് പിന്നെ കറക്റ്റ് ആക്കും, അത് അവർക്ക് അറിയില്ല, അതറിയില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നതിന് ഗുണമില്ല. അപ്പൊ അവിടെ വെച്ചിട്ട് പാട്ട് ചേഞ്ച് ചെയ്തു, അവരതിനനുസരിച്ചുള്ള എക്സ്പ്രഷൻ അവരെന്നെ തന്നു. അപ്പൊ നമ്മളായാലും അതിൽ ഹാപ്പിയാണ്, കാരണം പറഞ്ഞെടുപ്പിക്കുന്നതിലും അടിപൊളി ശരിക്കും അവർ പ്രതീക്ഷിക്കാണ്ടിരിക്കുമ്പോഴാണ്. ഈ ഫീമെയിൽ ഫാൻ ഫോളോയിങ് ഒക്കെ എങ്ങനെ ഡീൽ ചെയ്യാണ്? അത് അതിപ്പോ എന്താ പറയാ, വരുമൊക്കെ ചെയ്യും. ഇപ്പൊ പാട്ട് സൂപ്പറാണ് ചേട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞു വരും. പക്ഷെ നമ്മള് ഓവറായിട്ട് മൈൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാ പക്ഷെ ചേട്ടൻ്റെ കൂടെ പാടണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ ഇഷ്ടം പോലെ വരും. ചേട്ടാ ഞാൻ അങ്ങനെ പാടണം, ചേട്ടനോട് പാടണം എന്നുണ്ട്, ചേട്ടൻ മീറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. എന്നാലും അടിപൊളിയാണ്. അപ്പൊ എന്താ പറയാ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ എടുത്ത് വീശിക്കോ. കഴിവുകളുണ്ടെങ്കിൽ അത് കാണിക്കുക, അത് കാണിക്കണം, അത് എന്തായാലും ഉറപ്പാ. കാരണം ഇപ്പൊ എല്ലാവരും പറയും, ഇപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ വല്ല ഗേൾസ് ഒക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയും, ചേട്ടാ പാട്ട് സൂപ്പർ ആയിരുന്നിട്ടാന്നൊക്കെ പറയുമ്പോ എല്ലാ ഗിറ്റാറും പാട്ടൊക്കെ പാടാനൊക്കെ അറിഞ്ഞാൽ തീർന്നു, അങ്ങനെ നമുക്കൊരു പ്രശ്നമില്ല. അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാ. ഞാൻ പറയവരെടുത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിലേ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പൊക്കെ വേണം. ഗിറ്റാർ വായിക്കാൻ അറിയുന്നതിന് എളുപ്പമാണ്. പിന്നെ ഗിറ്റാറ് അങ്ങനെ. ഹിന്ദി പാട്ടൊന്ന് ശരിയായിട്ടുള്ള വേർഷൻ ഒന്ന് പാടും. പാടാം. जो मेरे नाल तुरेदा तुर पे मेरी ऐसा जीना मेरा उन्हें तेरा कि मैं करा तो कर मेरा ये कराएंगे दो दिल तो यूं मेरी जान मेरी
जान मेरी. സിനിമ, പ്ലേ ബാക്ക് സിംഗിങ്, അങ്ങനത്തെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ? അങ്ങനെ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ആ. പക്ഷെ എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരാൾ എഴുതി എന്നെ കമ്പോസ് ചെയ്തിട്ട് എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഓരോരുത്തരൊക്കെ വരുമ്പോ ഇപ്പൊ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് അവരൊന്ന് പറയും ഞാൻ ഒരു കമ്പോസറാണ്. അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട്. പക്ഷെ നമ്മളിപ്പോ അവിടെ നിന്ന് കിട്ടണ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫോളോ അപ്പ് ഇല്ല. അതാണ് പ്രശ്നം. അപ്പൊ ഇങ്ങനെ കുറെ പേര് ഇപ്പൊ ഇവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പിൽ നിന്ന് പാടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കുക. അപ്പൊ ഒരു ചേട്ടൻ ആള് കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഓവറായിട്ടല്ല, എന്നാലും ബോധമുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ ഒരു പാട്ട്. ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് പാടാം. അപ്പൊ ആള് പറഞ്ഞു, ഒരു പാട്ട്, ഈ പാട്ടൊന്നും എനിക്ക് പാടിത്തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പാടി കൊടുത്തു. അപ്പൊ ആൾക്ക് സന്തോഷമായി. അപ്പൊ ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ ഞാനിങ്ങനെ ഒരു സൗണ്ടിന്റെ ഒക്കെ ആളാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫോളോ അപ്പ് എനിക്ക് കിട്ടിയത്. അപ്പൊ ആ ചേട്ടനാണെങ്കിലും പിന്നെ അവിടുന്ന് സപ്പോർട്ടായി. എന്നെ വിടുന്നില്ല. പാടി 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 ഞാൻ തോറ്റു. ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇനി ചേട്ടൻ എത്ര സോങ്ങുകൾ പാടിത്തരാം. ഇപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ വന്നതാണ്, ഇനിയിപ്പൊ റൂമിലേക്ക് പോകണം, വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിപാടി തരാം, ആളുടെ അച്ഛൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു പിന്നെ ആളെ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ വിചാരിച്ചു അത് വിട്ടെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആള് വിളിച്ചു, എടാ നീ വരുന്നില്ലേ, ഞാൻ എല്ലാ സെറ്റപ്പ് കൂടെ നടത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ പോയിട്ട് ആള് ട്രീറ്റ് ചെയ്ത കാര്യങ്ങളാണെങ്കിലും പക്ക. അത് ശരിക്കും അങ്ങനെ ട്രീറ്റിങ് കിട്ടണത് നമ്മുടെ മ്യൂസിക്കിന്റെ ആ ഒരു ഇതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ പല ട്രീറ്റിങ് കിട്ടിയിട്ടുള്ളത്. സ്വഭാവത്തിന്റെ അല്ല, ആ പാട്ടിന്റെ ഇഷ്ടം കൊണ്ട് നമ്മളങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുകളൊക്കെ ഉണ്ട്. ഒരു മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സിംഗർ എന്നുള്ള രീതിയിലൊക്കെ ഏത് മ്യൂസിക് ഡയറക്ടർ ഏറ്റവും ഇഷ്ടം, ഒരു ഐഡലായിട്ടൊക്കെ കാണുന്ന ആരെയാ? എനിക്ക് ദീപക് സാറിന് ഭയങ്കര ഇഷ്ടമാണ്. ദീപക് സാറിന്റെ മറ്റേ അത് എപ്പോഴും പറഞ്ഞൊരു സോങ്ങാണ് നീല നീല. ആ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ ആ സാറിനാണ് കൂടുതൽ സാറിന്റെ സോങ്ങുകളാണ് ഞാൻ കൂടുതൽ വിൽക്കാറ്. ഓക്കെ. മ്യൂസിക് ഡയറക്ഷൻ അങ്ങനെ ആഗ്രഹങ്ങളുണ്ടോ? അങ്ങനെ ഇല്ലല്ലേ ചേട്ടാ, ആഗ്രഹമൊക്കെ ഉണ്ട്. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല. പിന്നെ എനിക്ക് കൂടുതൽ ഇങ്ങനെ പാടാൻ ഇഷ്ടം, ഒരു പെർഫോമർ ആവാനാണ് ഇഷ്ടം. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ ഓക്കെ ഓക്കെ. ദേവദേവിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നില തന്നെയാണോ? അതാണ്, ഞാൻ എല്ലായിടത്തും പാടണ ഒരു സോങ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. പാടാവോ അത്? പാടാം. കണ്ണാടിക്കടമിഴി മുന്നിൽ പൊന്നണിഞ്ഞ തിരുനീയോ മായല്ലേ മായല്ലേ, കളിവാക്കിൻ മുനയുടെ നാവിൽ ഉള്ളു തന്നെ എന്നാലോ തേനായി നീ പറയല്ലേ എന്റെ കാതിൽ പതിയെ നീ, ഞാനല്ലേ നീല മിഴിയേ നീല നീല മൊഴിയേ ഒളിയമ്പിനരുതേ ഇനി എൻ്റെ ജന്മസഖിയേ. ഈ സംഗതികളൊക്കെ എങ്ങനെയാ വരുന്നത്? സംഗതി ഇട്ടിട്ടിട്ട് അങ്ങനെ ശീലായതാ. ചില സംഗതികളൊക്കെ എപ്പോഴും ഒരു പാട്ട് പാടി കഴിയുമ്പോൾ വരും. പിന്നെ ഞാൻ പാട്ട് പാടുന്നതിന്റെ തുടക്കം എന്തെങ്കിലും അങ്ങനെ സംഭവം എടുക്കും. കാരണം അത് എടുത്തില്ലെങ്കിൽ ആ പാട്ടിലേക്ക് കറക്റ്റ് ഇടും. കാരണം നമുക്ക് പിച്ചൊന്നും അത് ഓവറായിരിക്കും. ഞാൻ ഭയങ്കര പിച്ചില് പാടാം. അപ്പൊ ചിലവര് ഇപ്പൊ പറയും നിന്റെ കൂടെ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പിച്ചുകൊണ്ട് അപ്പൊ എനിക്കാണെങ്കിൽ സ്ലോവിലും പാടാനും പറ്റില്ല. അപ്പൊ പിച്ച് കൂട്ടിട്ടായിരിക്കും കൂടുതൽ പാടാം. കാരണം ഈ പുറത്ത് ബസ്ക് ചെയ്ത് സൗണ്ട് ഓൾറെഡി അങ്ങനെ ആയി തുടങ്ങി. ഈ ഡിസ്കറേജ് ചെയ്ത ആളുകളൊക്കെ ഇപ്പൊ വളർച്ച കാണുമ്പോ എന്തെങ്കിലും പറയാറുണ്ടോ? ഉണ്ടോന്നാ ഇപ്പഴേ വരെ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ആദ്യമൊക്കെ നമ്മളോട് പറയുന്ന ആൾക്കാർ ഇപ്പൊ എല്ലാരും പറയുന്ന സംഭവം എല്ലാ ഇൻഫ്ലുവൻസേഴ്സും പറഞ്ഞിട്ടുണ്ടാവുന്നത്. അതായത് നമ്മൾ പുറത്തു പോകുമ്പോ പറയും, ഇപ്പൊ മൈൻഡ് വെക്കാത്ത ഫ്രണ്ട്സ് വരെ ഉണ്ടാവും ഇഷ്ടംപോലെ ആൾക്കാർ. പക്ഷെ ഇപ്പൊ എന്നൊക്കെ പറയുമ്പോ നിതീഷല്ലേ നമ്മുടെ ഫ്രണ്ട്, അത് കേട്ടിട്ടുണ്ട്. കാരണം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കുറെ. കാരണം ആദ്യം മൈൻഡ് വെക്കാത്ത ആൾക്കാരുകൾ വരെ ഇപ്പൊ മൈൻഡ് വെക്കുന്നുണ്ട്, നമ്മളിവിടെ പാടണം എന്നുള്ള ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പോ ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് ആണെന്നൊക്കെ പറയുന്നത് കറക്റ്റാണ്. എന്തൊക്കെയാ ഭാവി പരിപാടികള്? ഭാവി പരിപാടി പാട്ട് തന്നെയാ. ഇനിയിപ്പോ
ഞങ്ങളിപ്പോ അതൊക്കെ എല്ലാരും കൂടി ടീമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാണ്. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ ഇപ്പൊ നന്ദു ആണെങ്കിലും നന്ദു ഇങ്ങനെ ഫുഡിന്റെ കാര്യങ്ങളും അതൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ നന്ദുനാണെങ്കിലും ഇപ്പൊ ഞങ്ങളുടെ റൂമിലാണെങ്കിലും ഓരോരുത്തവരിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പനസാണെങ്കിലും പ്രാങ്ക്, ഇപ്പൊ നന്ദു ആണെങ്കിലും ഫുഡ്. അപ്പൊ ഞാൻ നന്ദുവിന്റെ അടുത്ത് പറയും, നന്ദു ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലടാ. അത് ഞങ്ങള് വെറുതെ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോ പെട്ടെന്ന് കിട്ടിയ നന്ദു തോന്നുന്നു, നന്ദു എന്തായാലും ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാ, നീ എന്തായാലും കുക്ക് ചെയ്യുന്നുണ്ട്, എന്തായാലും നമ്മള് റൂമിൽ ഫുഡൊക്കെ വെക്കും, കാരണം അവൻ നന്നായിട്ട് ഫുഡൊക്കെ വെക്കും. അപ്പൊ നന്ദൂര് തോന്നുന്നു, നന്ദു അങ്ങനെയാണെങ്കിൽ നീ ഫുഡ് ബ്ലോഗ് പടക്കി എങ്ങനെ പോയി ചിലപ്പോ കലക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു അങ്ങനെ നമുക്ക് നോക്കാം. നമുക്ക് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് അന്ന് തന്നെ വൈകുന്നേരം പോയി വീഡിയോ എടുത്തു. വീഡിയോ പിറ്റേ ദിവസം പോസ്റ്റ് ചെയ്ത് ഇപ്പൊ ഹാപ്പിയാണ്, ചിരിക്കുന്നത്. അപ്പൊ അവനാണെങ്കിലും അവന് ഡിഫറൻസ് വന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ എന്റെ വീഡിയോയിലാണെങ്കിലും നന്ദു വരാൻ ചോദിക്കുന്നവരുണ്ട്. കാരണം അവനാണ് എന്റെ അടുത്ത് കൂടുതൽ ചോദിക്കടാ എന്താ ദിശ ചോദിക്കുമ്പോ അവനാണ് കൂടുതൽ ചോദിക്കുക. അവനോട് ഞാൻ കൂടുതൽ ചോദിക്കാറ്. അപ്പൊ ഞാൻ പറയും, നന്ദു നമുക്കൊന്ന് ഇത് പഠിച്ചാലോ എന്ന് പറയുമ്പോ അങ്ങനെ പിന്നെ അവനാണ് കൂടുതൽ. ഈ നിതീഷ് ക്യൂൻസ്വയില് പാടാൻ പോയിട്ട് അവിടെ ആള് കൂടിയില്ലെങ്കിൽ പാട്ട് നിർത്തും എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ തുടക്കത്തിൽ നമ്മൾ വിചാരിക്കുന്നത് ശരിക്കും ആള് കൂടില്ലേ, അത് വല്ലാത്തൊരു ഹുക്കാ. അതിനായിട്ട് ആളുകൾ കൂടുന്ന കാണുമ്പോ നമുക്കൊരു വലിയ സന്തോഷമാണ്, വലിയ മോട്ടിവേഷനാണ് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ. അത് ഒന്നാമത്തെ കാര്യം, അത് എടുക്കുമ്പോ തന്നെ നമുക്ക് കോൺഫിഡന്റ് ഇല്ല. അത് ഒന്നാമത്തെ കാര്യം. കാരണം അവിടെ എന്ന് പറയുമ്പോൾ ഓരോ ടൈമിലായിരിക്കും ആൾക്കാർ വരാം. ഇന്ന ടൈമിലൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാരുകൾ വന്നുകൊണ്ടിരിക്കുക. ചില ആൾക്കാർ മൈൻഡ് വയ്ക്കില്ല, ചില ആൾക്കാർ വരും. പക്ഷെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും അത് പാടിയില്ലെങ്കിൽ ഞാൻ വരില്ല, അങ്ങനത്തെ മൈൻഡായിരുന്നു. വരും എന്നാലും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ അവിടെ പോയി പാടി ക്രൗഡ് ഉണ്ടാക്കി. പിന്നെ അവിടെ നിന്ന് ഞാൻ അതിന് മുമ്പും പോവാറുണ്ടായിരുന്നു. പിന്നെ ആ ടൈമിലാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു നല്ല ബുദ്ധിയൊക്കെ ഉദിച്ചത്. പിന്നെ അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് കണ്ടന്റ് എടുത്ത് പിന്നെ വീഡിയോ എടുത്തു. അങ്ങനെ അവരും സപ്പോർട്ടിങ് ആയിരുന്നു, നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. കഴിഞ്ഞപ്പോ മൊത്തത്തിൽ പോസിറ്റീവായി പോസിറ്റീവ് ആയിട്ടിരിക്കണം, അല്ലാണ്ട് എന്താ വിഷമിച്ചിരുന്നിട്ടൊക്കെ എന്താ കാര്യം. കാരണം എനിക്കിപ്പോ വിഷമം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ റൂമിലാണെങ്കിലും എന്തെങ്കിലും ഒരു വിഷമമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരോട് പറയുക അതെന്തോ പാടാൻ, നമുക്ക് പാടാൻ പോകാം, പാട്ടാണ്. കാരണം ഞാൻ പാടി കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. ഒന്നുമില്ല, ആരില്ല, എനിക്ക് ആരില്ലെങ്കിലും കുഴപ്പമില്ല, ഒറ്റയ്ക്ക് ഇരുന്ന് എവിടെ ഇല്ലെങ്കിലും പാടിയാൽ മതി. നന്ദിനോട് ഇങ്ങനെ പറയും, നന്ദ നമുക്ക് പോടാ, ഒന്ന് പുറത്ത് പോയിട്ട് നമുക്കൊന്ന് പാടാം, അപ്പൊ നോക്കിയൂ. പക്ഷെ ഇതുവരെയായിട്ടും ഇപ്പൊ ജിനി ആയിക്കോട്ടെ നന്ദ ആയിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ ഇവരുടെ എൻ്റെ അടുത്ത് വേണ്ട വേണ്ട ശരിയല്ലേ, അല്ലെങ്കിൽ വെറുതെ എന്തിനാടാ ആൾക്കാരെ ബുദ്ധിമുട്ടി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. എല്ലാവരും എനിക്ക് കിട്ടാന്ന് വെച്ചിട്ട് ഇപ്പൊ നാട്ടിൽ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്, അവര് സപ്പോർട്ടിങ് തന്നെയാണ്. പക്ഷെ ഇപ്പൊ പലരും പല സ്ഥലങ്ങളിലൊക്കെ പോയി. പക്ഷെ ഇതേപോലത്തെ ഒരു ഫ്രണ്ട്സ് എന്താ പറയാ ലൈഫില് അങ്ങനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനാണെങ്കിലും കൂടുതൽ അവരെ എന്റെ വഴി എങ്ങനെയാണ് അവരെങ്ങനെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റും, അതേപോലെ ഞാൻ കൂടുതൽ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ നന്ദുവിനാണെങ്കിലും, കാരണം അവൻ എപ്പോഴും ഒരു ക്യാമറയുടെ പുറകിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അവനെ കൂടി നമുക്കൊന്ന് കാണിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവൻ അങ്ങനെ ഒരു ഐഡിയ കൊടുത്തു. ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഇപ്പോൾ ജിനി ആണെങ്കിലും ബ്യൂട്ടി അങ്ങനത്തെ ഒക്കെ ഡ്രസ്സിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അവരോടാണെങ്കിലും ഞാൻ പറയും, ഓരോരുത്തരെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് റൂം ഫുള്ള് ഞങ്ങളൊരു ഇൻഫ്ലുവൻസേഴ്സ് ആക്കാനുള്ള ഒരു പരിപാടിയാണ്. എന്തായാലും ഈ സെഷൻ അവസാനിപ്പിക്കുന്നതിനൊക്കെ മുമ്പ് ഒരു പാട്ടോട് കൂടി ഇത് അവസാനിപ്പിക്കാം. ഞാൻ എല്ലായിടത്തും പാടുന്ന സോങ് ആണ്. கண்ணாடி முன்னின்று பார்த்து கொண்டே உஞ்சாக செய்திட ஒரு நூறு நாடகம் ஒத்திகைகள் செய்து எதிர்பார்த்திருந்தே எதிர்பாராமலே அவன் எதிர்பாராமலே அவன் பின்னில் நின்று வந்து பம்பரமாய் சுருற்றி வைப்பேன் உலகுண்ட பெருவாயன் என்ற வாயோடு வாய் பதித்தார் உன்னை காணாமல் உன்னை காணாமல். എടാ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, ഒറ്റാണെങ്കിൽ മതി. കാരണം എന്റെ ഫ്രണ്ട്സിനൊന്നും ഇതിൽ കാണിക്കാം. ഇതാണ് അപ്പൊ ടീം.
അതാണ് ഞങ്ങളുടെ ടീം. നിങ്ങളുടെ ടീമിന് പേരുണ്ടോ? ടീമിന് വരുന്നില്ല. ഞങ്ങളൊരു ഹോമിലാണ് ഒരുമിച്ച് നിക്കണത്. അല്ല ഞങ്ങൾ ഇത്രയും പേരല്ല, കുറച്ച് പേരൂടെ ഉണ്ട് കേട്ടോ അവരെല്ലാരും. അപ്പൊ എല്ലാരും വീക്കെൻഡ്സ് ഒക്കെ ആവുമ്പോ ഒരുമിച്ച് വരും. ചിലർക്ക് തൃശ്ശൂരൊക്കെ ഉള്ളവരാ. അപ്പൊ ഹോമീസ് ആണ്. ഇപ്പൊ ഞങ്ങളുടെ ഹോമാണിത്. കൊച്ചിയിൽ ഞങ്ങളൊക്കെ വീട് വിട്ട് ഇവിടെ നിൽക്കുമ്പോ ഇതാണ് ഞങ്ങളുടെ ഹോം. ഇതാണ് നന്ദു. നന്ദുവാണ് എന്താ നിതീഷ പരിപാടി എന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ആള്. നമ്മുടെ പേരെന്താ? നമ്മളോടാണ് ഈ മറ്റേ ഫുഡ് ബ്ലോഗ് ഒക്കെ ചെയ്യാൻ. നന്ദു പിന്നെ ഫുഡിന്റെ അപ്പൊ ഫുഡ് ബ്ലോഗറായി, പ്രാങ്ക് സ്റ്റാർ ആയി. ജെന്നിയാണ് ഈ മറ്റേ ബ്യൂട്ടി ബ്ലോഗർ ചെയ്യുന്നത്. ബ്യൂട്ടി അല്ല, ഞാൻ ആക്ച്വലി ഇതൊന്നും അല്ല, ഞാൻ പ്രൊഫഷണലി നേഴ്സാണ്. അപ്പൊ ഇവരെല്ലാവരുടെയും ഞാൻ ഓവറോൾ ടേക്ക് കെയർ ചെയ്യുന്നതാണ്. ഇതുവരെ ചാനലൊന്നും തുടങ്ങിയിട്ടില്ല, ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങള് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഗൈസ് എല്ലാവരും അത് സപ്പോർട്ട് ചെയ്തോളൂ. നിതീഷ് സെഡ് ആർമി സ്റ്റോറീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഒറ്റയ്ക്കും അല്ലെങ്കിൽ കൂട്ടായിട്ടൊക്കെ ഉള്ള യാത്രകൾ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. പാട്ട് ഒരിക്കലും കൈവിടാതിരിക്കട്ടെ. ആളുകളെ സർപ്രൈസ് ചെയ്യുക, ആളുകൾക്ക് സന്തോഷം കൊടുക്കുക. എല്ലാവരുടെയും നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.